ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ സുമിയുടെ ആകാശ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശ് പറയുന്നുണ്ട്, ആ മഹേഷിന്റെ മകൻ ആദിന അവൻ നല്ല രീതിയിൽ ഞാൻ ട്രെയിൻ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. മഹേഷിനെതിരെ തിരിച്ചതുമാണ് അവന്. പക്ഷെ പെട്ടെന്നാണ് അവന്റെ സ്വഭാവം ആകെ മാറിയത്. ഞാനൊരു കാര്യം ആലോചിക്കുകയാണ്, ആ ചെക്കനെതിരെ എന്തെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് ഇവിടെ നിന്ന് മാറി നിന്നാലോ എന്ന്. സുമി പറയുന്നുണ്ട്, മണ്ടത്തരം കാണിക്കല്ലേ ആകാശ്, ഇപ്പൊ തന്നെ മഹേഷിന്റെ ആക്സിഡന്റില് ആകാശിന് പങ്കുണ്ടോന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക പോലീസ്. അതിനെക്കുറിച്ച് എനിക്കറിയാം. അല്ലെങ്കിൽ മഹേഷിന് എന്ത് സംഭവിച്ചാലും എന്റെ തലയിൽ എല്ലാവരും ഇടുള്ളൂ. അത് ആക്സിഡന്റ് എനിക്കൊരു പങ്കുമില്ല സുമി എന്ന് പറയാണ്. എനിക്ക് സുമിയുടെ അടുത്ത് അറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. എന്താ ആകാശ് എന്താ ചോദിക്കാൻ പറ്റുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ സുമിക്ക് പറഞ്ഞൂടെ? അവള് എന്തെങ്കിലും സുമിയുടെ അടുത്ത് പറഞ്ഞായിരുന്നോ? മഹേഷും മോനും അവരൊക്കെ എവിടെ ടൂർ പോയെന്ന്? ഇല്ല ആകാശ്, അതിനെ കുറിച്ചൊന്നും എന്നോട് രചന പറഞ്ഞിട്ടില്ല. മാത്രല്ല രചനക്കും അതിനെ കുറിച്ച് അറിയില്ല. അവളും ആദ്യം വന്ന് പറഞ്ഞപ്പോഴാണ് അവർ ട്രിപ്പ് പോകാൻ പോകുന്ന കാര്യം പോലും അവൾ അറിയണത്. പിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയതും ഇല്ലല്ലോ. മാത്രല്ല എവിടെയാ പോയെന്നോ, എന്താ എവിടെ എത്തിയെന്നോ, എന്താ ചെയ്യണമെന്നോ ഒന്നും അവൾക്കും അറിയില്ല. അതിന്റെ ടെൻഷൻ അവൾക്കും ഉണ്ട് എന്ന് പറയാണ്. ആകാശ് പറയണ്ട്, ശരി, വേറൊരു കാര്യം ഞാൻ തന്നോട് ചോദിച്ചോട്ടെ, ഈ രചന ശരിക്കും മഹേഷിന്റെ കൂടെ കൂടണത് മഹേഷായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടാണോ, അതോ അവൾ ഇടയ്ക്ക് എന്നോട് പറയുന്നതേ അവള് മഹേഷിനെയും ഇഷിതേനെ രണ്ടും രണ്ടു വഴിക്കാക്കിയിട്ട് അവളെ മോളെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണേന്ന്, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അവള് വിശ്വസിക്കുന്ന തരത്തിൽ എന്നോട് സംസാരിക്കണത് എന്ന് പറയുമ്പോഴേക്കും സുമി പറയുന്നുണ്ട്, അതിൽ സത്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും ആ രീതി തന്നെ തോന്നിയിട്ടുള്ളൂ. ഒരിക്കലും മഹേഷായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് അവള് ശ്രമിച്ചിട്ടില്ല. അവള് നോക്കിയത് മഹേഷിനും ഇഷ്ടത്തിന് രണ്ടും രണ്ടു വഴി കാക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ അവളുടെ മോളെ അത് സ്വന്തമാക്കണം അവൾക്ക് നല്ല ആഗ്രഹമുണ്ട്. എനിക്കും ആകാശ തോന്നിയ പോലത്തെ തോന്നൽ തന്നെ ആകാശം ഉണ്ടായിരിക്കുന്നത്. കൂടുതലൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ അവളുടെ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് അവളെ മനസ്സിലാക്കാം. അവൾക്ക് മഹേഷായിട്ട് ഒന്നിക്കണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല എന്ന് പറയാണ്. ശരി സുമി, എന്നാ പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോകുവാട്ടോ. ആകാശ് പോയി കഴിയുമ്പോഴേക്കും സുമി മനസ്സിൽ വിചാരിക്കണം, ആകാശ് മേനോനെ, നിന്റെ മനസ്സിലെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്കിപ്പോ രചനനെ ഒഴിവാക്കി എന്നെ അവളുടെ സ്ഥാനത്ത് എന്നെ നിർത്തണം. അതല്ലേ നിന്റെ ഉദ്ദേശം? അത് ഞാൻ രണ്ടാക്കി മടക്കി കയ്യിലേക്ക് തരാം ആകാശെ എന്നൊക്കെ സുമി ഇങ്ങനെ വിചാരിക്കാട്ടോ. അതിനുശേഷം കാണിക്കുന്ന ട്രിപ്പ് പോയവരെയാണ്. നമ്മുടെ മഹേഷ് ആണെങ്കിൽ ട്രിപ്പ് പോയി റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ ഗിറ്റാറൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാട്ടോ. ആ സമയത്ത് യശിതയാണെങ്കിൽ അത് ആസ്വദിച്ച് അവിടെ ഇരിക്കുകയാണ്. ആദ്യം അതുപോലെ തന്നെ ചിപ്പിയും കൂടി ചേർന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാട്ടോ. ആ സമയത്ത് ഇഷിതനെ വിളിക്കാണ് മഹേഷ്. ഇഷിത മഹേഷിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. മഹേഷ് ഇഷിതനെ മടിയിലിരുത്താണ്. ശേഷം ആ ഗിറ്റാർ വായിക്കാൻ വേണ്ടി പഠിപ്പിക്കുക കേട്ടോ. ഗിറ്റാർ പഠിപ്പിക്കുന്ന സമയത്ത് ഇഷിതയുടെ കൈകളിൽ മഹേഷ് ഇങ്ങനെ പിടിച്ച് തലോടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇഷിതയും ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര പ്രണയത്തിൽ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ മഹേഷിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ചിപ്പി അവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആദ്യം നോക്കുമ്പോഴേക്കും അയ്യോ ചിപ്പി എന്തേ കാണുന്നതെന്ന് പറഞ്ഞിട്ട് ചിപ്പിയുടെ കണ്ണ് മൂടി കെട്ടിട്ട് അപ്പുറത്തേക്ക് വാദമായിട്ട് ചിപ്പിനെ വിളിച്ചിട്ട് അപ്പുറത്തേക്ക് പോവാണ്. ഇഷിതയെ മഹേഷ് അതൊന്നും അറിയാതെ റൊമാൻസ് ആസ്വദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശേഷം റൂമിലേക്ക് പോവാൻ ഇഷിതയും മഹേഷും. ഇഷിത റൂമിലെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇഷിതനെ ഉമ്മ വെക്കാൻ പോകുമ്പോഴേക്കും ഇഷിത മഹേഷിനെ തട്ടി മാറ്റാണ്. പക്ഷെ ഇഷിതനെ മഹേഷ് പൊക്കിയെടുക്കാണ്. ശേഷം കട്ടിലേക്ക് ഇട്ടിട്ട് പുതപ്പ് മൂടി. പിന്നെ അവർ റൊമാൻസും കാര്യങ്ങളാണ്, അതൊന്നും നമ്മൾ കാണിക്കണില്ല കേട്ടോ. അങ്ങനെ അവരങ്ങനെ ഉറങ്ങി രാവിലെ ആവാണ്. അതിനുശേഷം കാണിക്കണത് രചനയാണ്. രാവിലെ തന്നെ രചന ഇങ്ങനെ ആദിനെയും കാത്ത് ഇങ്ങനെ ഇരിക്കാട്ടോ. ആ സമയത്ത് ആകാശ് അവിടേക്ക് വരുന്നുണ്ട്. എടി, നീ ആരെ കാത്താട്ടെ ഇങ്ങനെ നിൽക്കുന്നത്? നിന്റെ മോൻ വരുമെന്ന് വെച്ചിട്ട് നീ കാത്തിരിക്കുകയാണോ? എടി, നിന്റെ മോൻ വരില്ല, അത് നിനക്ക് മനസ്സിലായില്ലേ? അവൻ വരാനൊന്നും പോകുന്നില്ലടി എന്ന് പറയാണ്. അതെ, എന്റെ മോനെ എനിക്കറിയാം, അവൻ വരും. അവനൊരിക്കലും ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ അവൻ വരും. നീ അത് കാത്തിങ്ങനെ ഇരുന്നോ. അവൻ വരാൻ പോണെന്നില്ല. അവൻ നേരെ പോണത് അവന്റെ ഡാഡിയുടെ വീട്ടിലേക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ആദ്യം അവിടേക്ക് വരുവാട്ടോ. മമ്മി എന്ന് പറഞ്ഞു വരുവാണ്. അത് കാണുമ്പോ തന്നെ രചന, മോൻ എത്തിയോ? പിന്നെ ഞാൻ എത്തണ്ടേ? അല്ല, നീ നേരെ ഇങ്ങോട്ടാണോ വന്നത്? നിന്റെ ഡാഡിയുടെ വീട്ടിൽ പോയില്ലേ? ഞാനെന്തിനാ അങ്ങോട്ട് പോണത്? എന്റെ മമ്മി ഇവിടെ അല്ലേ എന്ന് ആദ്യം പറയുമ്പോഴേക്കും രചനക്ക് സന്തോഷമാവാണ്. മോൻ എത്തിയല്ലോ, സന്തോഷമായി. ദേ മമ്മിക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇതെന്താ മോനെ? മമ്മി തുറന്നു നോക്കും. മമ്മിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഒരു വാച്ച ആണോ? പിന്നെ അങ്കിളിന് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നാ, ഇത് നല്ല വില കൂടിയ ഷൂ ഒന്നല്ല, പക്ഷെ അങ്കിളിന് ഇഷ്ടപ്പെടും. നല്ല ഷൂവാ, ഇന്ന് അങ്കിളെ എന്ന് പറയാണ്. അത് വാങ്ങിക്ക് ആകാശ് എന്ന് രചന പറയുമ്പോ ആകാശ് അത് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പറയണ്ട, ഇവന്റെ ഡാഡി വാങ്ങിച്ചെന്ന ഷൂ ഞാൻ എന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കി നടക്കണോ അല്ലെ? നീ കെട്ടിത്തൂക്കി നടക്കടി, എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആകാശ് ആ ഷൂ അത് പൊതിഞ്ഞ വെച്ചേക്കണം, അത് ഇങ്ങനെ വലിച്ചെറിയാട്ടോ. അവിടേക്ക് മഹേഷ് വരുവാണ്. മഹേഷിനെ കാണുമ്പോ തന്നെ ആകാശ് പറയുന്നുണ്ട്, ഓ, നിന്റെ മോൻ ഇവിടെ നിർത്തിയിട്ട് നീ അവിടെ ഒളിച്ചു നിൽക്കുമായിരുന്നോ? അതേടാ, ഒളിച്ചു നിൽക്കുക തന്നെയായിരുന്നു. എന്റെ മോൻ നീ എന്താ ചെയ്യണെന്ന് എനിക്കറിയണ്ടേ? പിന്നെ നീ പറഞ്ഞല്ലോ അത് എന്റെ പൈസ കൊണ്ട് അവൻ വാങ്ങിച്ചതാണെന്ന്. എടാ, അത് എന്റെ പൈസ കൊണ്ട് വാങ്ങിച്ചതല്ല, അവന്റെ മമ്മി അവനെ കൊടുത്ത പോക്കറ്റ് മണി കൊണ്ട് അവൻ വാങ്ങിച്ചതാണ് എന്ന് പറയാണ് മഹേഷ്.
ശേഷം മഹേഷ് പറയുന്നുണ്ട്, എനിക്ക് ആകാശമായിട്ട് സംസാരിക്കാനുണ്ട്. ആദി, അയ്യോ ഡാഡി, ഇല്ല മോനെ, പേടിക്കണ്ട, വഴക്കുണ്ടാക്കാനൊന്നല്ല, മോൻ മുകളിലേക്ക് പോയിക്കോ, ഞാൻ ആകാശമായിട്ട് സംസാരിക്കട്ടെ. രജനെ നോക്കാണ്. ശരിയെന്ന് പറഞ്ഞ് രജനെ മുകളിലേക്ക് പോകുന്നുണ്ട്. ആകാശ് ചോദിക്കുന്നുണ്ട്, എന്താടാ എന്തിനൊക്കെ എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ളത്? ആകാശ്, ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല, എനിക്ക് ആകാശിനോട് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. നോക്ക്, എന്തൊക്കെ വന്നാലും രജന എന്റെ ഭാര്യയായിരുന്നു ഒരു സമയത്ത്, പക്ഷെ അവള് നീ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം നിങ്ങളുടെ ജീവിതം നിങ്ങളായി എന്തായി, എനിക്കൊന്നും അതൊന്നും അറിയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഒരു കാര്യം, ഒരിക്കലും ഞാനായിട്ട് നിങ്ങളുടെ ജീവിതം കുളം തോണ്ടാൻ വേണ്ടി വന്നിട്ടില്ല. നീ എന്റെ മോനത്ത് വരെ തട്ടിയെടുത്തു, എന്നിട്ട് ഞാൻ വലിയ പ്രശ്നത്തിനൊന്നും വന്നില്ല. അവനെ നീ ഉപദ്രവിക്കണം എന്ന് അറിഞ്ഞപ്പോ മാത്രമേ ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ. എടാ, നീ വേണമെങ്കിൽ നിന്റെ മോനെ കൊണ്ടുപോയിക്കോടാ എന്ന് ആകാശ് പറയുമ്പോ അതിനെ രചന സമ്മതിക്കണ്ടേ? അവള് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ മോനെ കൊണ്ടുപോയിക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല. ആകാശ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. എത്ര നാളെ നമ്മൾ പരസ്പരം വഴക്കുണ്ടാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, നമുക്കൊരു സൗഹൃദ സംഭാഷണം ആയിക്കൂടെ? ഒരു അവസാന രീതിയിൽ ആകാശിനോട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ആകാശിനോട് ഒരു ദേഷ്യമോ വിദ്വേഷവും ഇല്ല. പഴയതൊക്കെ ഞാൻ മറക്കാം, എല്ലാം മറക്കാം. നമുക്കിനി പുതിയൊരു ദിവസം തുടങ്ങാം. ഇനി ആകാശം അതുപോലെ തന്നെ മഹേഷും തമ്മിൽ ഒരു വഴക്കോ ബഹളോ ശത്രുതയോ ഒന്നും വേണ്ട. നീ കിടന്നെഴുന്നേറ്റപ്പോഴേക്കും നീ പുതിയ ആളായിട്ടുണ്ടാവും, പക്ഷെ ഞാൻ കിടന്നെഴുന്നേറ്റിട്ടില്ലടാ, അതുകൊണ്ട് ഞാൻ പുതിയ ആളായിട്ടില്ല. ആകാശ് പഴയ ആകാശ് തന്നെയാ. പിന്നെ മഹേഷ് പഴയ മഹേഷ് ആവാതിരിക്കാൻ നോക്കിക്കോ. നീ പഴയ എങ്ങനെയായിരുന്നു നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇടക്ക് നീ അത് ആലോചിക്കണം, നല്ലതാണ്. ഞാനത് ആലോചിക്കാറുണ്ട് ആകാശ്. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണ്. എങ്ങനെ ഇരുന്ന് ഞാനാ ഇപ്പൊ ഇങ്ങനെ ആയത് എന്ന് ആലോചിച്ചിട്ട്. അതെ, നീ എങ്ങനെ കിടന്നതാണ് ആ രീതിയിലേക്ക് നിനക്ക് ഇനിയും കിടക്കണ്ടല്ലോ. അതെ, നീ പറഞ്ഞതിനെ കുറിച്ച് നന്നായിട്ടൊന്ന് ആലോചിക്കട്ടെ. കിടന്നും ഇരുന്നും ഒക്കെ ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞ് കളിയാക്കി പറയാണ് ആകാശ്. അത് കേട്ട് മഹേഷ് പറയുന്നുണ്ട്, ശരി, നീ ഇരുന്ന് ആലോചിച്ചോ, കിടന്ന് ആലോചിക്കാതിരിക്കാൻ നിനക്ക് അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകുവാട്ടോ. ആകാശിന് അതൊന്ന് കൊള്ളലുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പ്രിയാമണീനെയും അതുപോലെ തന്നെ മാഷിനെയും രാമനാഥനെയും സ്വപ്നവല്ലിനെയാണ്. നാലുപേരും കൂടി ഇങ്ങനെ വിചാരിച്ചിരിക്കാണ്, അവരിതുവരെ എത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സ്വപ്നവല്ലി പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാലും അവര് നല്ല രീതിയിൽ തന്നെ ടൂറ് പോയിട്ട് വരുവാണല്ലോ. അത് കേട്ടപ്പോ മനസ്സിലൊരു സമാധാനം. പ്രിയാമണി പറഞ്ഞിട്ട് അതെ അതെ, അവരുടെ നിന്ന് പുറപ്പെട്ടു എന്ന് കേട്ടപ്പോ ഒരു സമാധാനം പോലെ, എന്തായാലും സന്തോഷത്തോടെ അവർ ഈ ട്രിപ്പെങ്കിലും പോയിട്ട് വന്നല്ലോ എന്നൊക്കെ പ്രിയാമണി പറയുന്നുണ്ട്. ആ സമയത്താണ് അവിടേക്ക് ചിപ്പി വരുന്നത്. അച്ഛമ്മേ, അച്ചാച്ച, അപ്പുപ്പ, അമ്മുമ്മ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കെട്ടിപ്പിടിക്കുക കേട്ടോ. മോളുടെ അമ്മയും ഡാഡി എവിടെ എന്ന് സ്വപ്നയോട് ചോദിക്കുമ്പോ വരുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോഴേക്കും മഹേഷും ഇഷിതയും വാതിൽ തുറന്നു വരുവാട്ടോ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ എന്ന് മഹേഷ് പറയാണ്. നിങ്ങളെ കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ശരിയാ, നമ്മളെ കാണേണ്ട കാഴ്ച തന്നെയാണല്ലോ. എത്ര നാളെ പ്രിയാമണിയമ്മ നമ്മൾ ടൂറ് പോയോ ട്രിപ്പ് പോയോ മുടങ്ങി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ട്രിപ്പൊക്കെ പോയത് അടിച്ചു പൊളിച്ച് നല്ലൊരു ദാമ്പത്യം തുടങ്ങിയിട്ടാ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണിക്കും സ്വപ്നയ്ക്കൊക്കെ സന്തോഷാവുന്നുണ്ട്. ആ സമയത്ത് സ്വപ്നവലി വേണ്ട, നിങ്ങള് ഒരുപാട് ക്ഷീണിച്ചല്ലേ വന്നിരിക്കുന്നത്, ഞാൻ ചായ ഉണ്ടാക്കി തരാം. വേണ്ടമ്മേ, ഞങ്ങൾ ചായ കുടിച്ചിട്ടാ വന്നത് എന്ന് ഇഷിത പറയാണ്. അപ്പോഴേക്കും ചിപ്പി പറയണ്ട, അയ്യോ എനിക്ക് ഹോംവർക്ക് ഉണ്ട്, ഞാൻ പോയി ഹോംവർക്ക് ചെയ്യട്ടെ, കുറെ ദിവസം ക്ലാസ്സിൽ പോയിട്ട് എന്ന് പറയുമ്പോഴേക്കും, അല്ല മോനെ, യാത്രയ്ക്ക് എങ്ങനെ സുഖമായിരുന്നല്ലോ അല്ലെ എന്ന് മാഷ് ചോദിക്കുമ്പോ, 2 ദിവസം കൂടി നിൽക്കുന്നത് നല്ല സുഖമായാനേ മഹേഷ് എന്ന് ഇഷിത പറയുമ്പോ, അല്ല ഞാൻ കാര്യം പറഞ്ഞേടോ, പിന്നെ 2 പേരുടെ ക്ലാസ് പോയില്ലെങ്കിൽ വന്നതാണ് എന്ന് പറയുമ്പോ പ്രിയാമണിന്റെ സ്വപ്നവലിങ്ങനെ തട്ടുവാട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇഷിത പറഞ്ഞാണ് ഈ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിത ബാഗൊക്കെ കൊണ്ടുവെക്കാൻ പോവാണ്. മാഷ് പറയുന്നുണ്ട്, അതെ ഞാൻ നിലത്തേക്ക് പോട്ടെ. അപ്പോ രാമനാഥൻ പറഞ്ഞു, ഞാനും വരാം മാഷ്, നമുക്ക് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് 2 അച്ഛന്മാരും പുറത്തേക്ക് പോവാണ്. അപ്പൊ ആ സമയത്ത് മഹേഷും പ്രിയാമണി സ്വപ്നവല്ലി മാത്രമല്ലോ കേട്ടോ. അപ്പൊ പ്രിയാമണി പറഞ്ഞു, മഹേഷ് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താമേ? അല്ല, നിങ്ങൾ ട്രിപ്പ് പോയെന്ന് പറഞ്ഞു, പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ പറഞ്ഞില്ല. എന്താ അമ്മക്ക് അറിയേണ്ടത്? അല്ല, എന്റെ മോളോട് ഈ കാര്യം ചോദിച്ചാ മോള് നോണയെ പറയുള്ളൂ. കുഞ്ഞുങ്ങളുടെ അവനെ അമ്പലത്തിൽ പോയത് കണ്ടിട്ട് അവള് രസിച്ചിരുന്നവളല്ലേ, അതുകൊണ്ട് ഞാൻ മോനോട് ചോദിക്കണത്. മോൻ കള്ളം പറയില്ലെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ ട്രിപ്പ് പോയിട്ട് വെറും ട്രിപ്പ് മഞ്ഞ് കൊണ്ടിട്ടല്ലല്ലോ വന്നതല്ലേ? നിങ്ങള് ശരിക്കും ഈ അമ്മക്ക് എന്താ നാണൂല്ലേ? അപ്പൊ സ്വപ്നയില് പറയണ്ട്, എന്താ പ്രിയാമണി ചോദിച്ച തെറ്റ്? ഞങ്ങൾ ചോദിച്ചത് കാര്യമല്ലേ? അല്ല, നിങ്ങൾ പോയിട്ട് മഞ്ഞ് കൊണ്ട് വന്നതാണോ അതോ നിങ്ങൾ നാണക്കേട്? എടോ ഇഷിതേ, വാടോ ഇങ്ങോട്ട് വാടോ. എന്താ മഹേഷ് ഈ അമ്മമാര് ചോദിക്കണേ, താൻ കേട്ടില്ലേ? അയ്യോ എനിക്ക് കുറച്ച് പണിയുണ്ടേ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി പോവാണ്. എനിക്കും പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി പോകുന്നുണ്ട്. എന്താ മഹേഷ് അമ്മമാര് ചോദിച്ചത്? അവര് ചോദിക്കാണേ, നമ്മൾ തമ്മില് ടൂറ് പോയപ്പോഴേ അങ്ങനെ നടന്നോന്ന്. ഇവർക്ക് നാണമില്ലേ? അതിനെ ഞാനും ആലോചിക്കണം, നാണങ്ങടെ ഇല്ലാണ്ടായിപ്പോയി, അതാ ഞാൻ തന്നെ വിളിച്ചത്. ഇനിയിപ്പൊ അവര് അടുത്ത കാത്തിരിപ്പായിരിക്കും, ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. 1 മാസം തനിക്ക് റെസ്റ്റ് ചെയ്യാം, അത് കഴിയുമ്പോ ചോദ്യം വീണ്ടും തുടങ്ങും പ്രിയാമണി അമ്മയുടെ വക. വിശേഷമുണ്ടോന്ന്. 1 മാസം
മാസം വരെ വേണമെങ്കിൽ കാത്തിരിക്കേണ്ടി വരില്ലടോ, പെട്ടെന്ന് തന്നെ ആകും എന്നൊക്കെ പറഞ്ഞ് മഹേഷ് പോകാട്ടോ. അപ്പൊ അത് കേൾക്കുമ്പോഴേക്കും ഇഷിത മനസ്സിൽ വിചാരിക്കാണ്, ഈശ്വര മഹേഷും ഇത് ആഗ്രഹിച്ചു തുടങ്ങിയല്ലോ. എന്റെ ട്രീറ്റ്മെന്റ് വിജയകരമായെന്ന് ഡോക്ടർ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, അത് എത്രമാത്രമാണെന്ന് അറിയില്ല. എല്ലാവരും ഒരേ പ്രതീക്ഷയില, ഞാനിനി എന്താ ചെയ്യാ എന്നൊക്കെ ആലോചിച്ച് ഇഷിത നിൽക്കുന്ന ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു കേട്ടോ. നാളത്തെ പ്രൊമോയില് കാണിക്കണത് നമ്മുടെ ആകാശിനോട് പറയണ്ട്, അതെ എന്റെ ഡാഡി ഹീറോ. ആകാശങ്ങൾ എന്നും തൊട്ടു നോക്ക്, അപ്പൊ എന്റെ ഡാഡി ഇവിടെ പറന്നെത്തും, അതാണ് എന്റെ ഡാഡി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ ആകാശ ദേഷ്യം വന്ന് ആദ്യം തല്ലാൻ പോകുമ്പോഴേക്കും രചന പിടിച്ച് മാറ്റുന്നുണ്ട് ആകാശിനെ. അതിനുശേഷം കാണിക്കുന്ന ഇഷിതേനെയാണ്. ഇഷിത കാർ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും തല ചുറ്റി അവിടേക്ക് വീഴുവാട്ടോ. പ്രിയാമണിയും സ്വപ്നവലിയും മാഷൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് മഹേഷിന് ചിരിയാട്ടോ വരുന്നത്. അപ്പോ വല്ലൊരു മഹേഷിന്റെ മുഖത്തൊക്കെയാണ്, കാരണം മഹേഷിന് അറിയാം അത് പ്രഗ്നൻസിയുടെ തലകറക്കമാണെന്ന്. എല്ലാവരും ഇഷിതനെ പൊക്കിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും മഹേഷിന് ഒരു ചിരിയാട്ടോ വരുന്നത്. പോട്ടെ ഹോസ്പിറ്റലിൽ പോട്ടെ, അപ്പൊ അറിയാം ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സന്തോഷ വാർത്ത എന്ന രീതിയിൽ മഹേഷിനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ മഹേഷ് നിൽക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.